ഇത് നമ്മുടെ അനിയനാണ് വിഷ്ണു. വിഷ്ണു നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് പരിചയക്കാരനുമാണ്. നമ്മുടെ ദൂരയാത്രകളിൽ നമ്മുടെ സാരഥിയായി ഉപകരിക്കാൻ വരുന്ന വ്യക്തിയാണ്. നല്ല മനുഷ്യനാണ്. വിഷ്ണുവും വിഷ്ണുവിൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും ബന്ധുക്കളുമായി ഈ ഡിസംബർ 2-ാം തീയതി ശബരിമല യാത്രയ്ക്കായി അരുമന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് കെട്ടുകെട്ടി ഏകദേശം രാത്രി 7-7:30 ആയപ്പോഴാണ് അവർ പുറപ്പെട്ടത്. അയ്യനെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ പൊന്നമ്പലമേട്ടിൽ വാഴും അയ്യനെ കാണാൻ. ഇപ്രാവശ്യം അവർ പോകാൻ തീരുമാനിച്ചത് പുൽമേട് വഴിയാണ്. പുൽമേട്ടിലെ സത്രം എന്നിടത്ത് അവർ രാവിലെ 3 മണിക്ക് എത്തിയിട്ടുണ്ട്. കാറിലാണ് പോയത്. അവിടെ കുറച്ച് വിശ്രമിച്ച ശേഷം 9 മണിക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അകത്തേക്ക് യാത്ര തുടങ്ങി. പുൽമേട് നടക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിഞ്ഞിരിക്കും. പ്ലാസ്റ്റിക് നിരോധനമായ സ്ഥലമാണ്. അതിൻ്റെ ചെക്കിങ്ങും പിന്നെ ഒരു എൻട്രി പാസും ഒക്കെ ഇട്ട് കൊടുക്കും. കാരണം പുൽമേട് വഴി പോകുന്നവർ എവിടെയും താവളം ചെയ്യാൻ പാടുള്ളതല്ല. അവർ വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റായി വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തിരക്കി ആൾ വരും. കാരണം അങ്ങനെയുള്ള വഴിയാണത്. കൊച്ചുകുട്ടികളെയും വയസ്സായ ആൾക്കാരെയും കൊണ്ടുപോകുന്നത് കുറച്ച് പ്രയാസമാണ്. ഇടയിൽ കുടിവെള്ളം കിട്ടാനുള്ള സാഹചര്യമില്ല. അതിനുള്ള സൗകര്യങ്ങൾ കാണില്ല. മറ്റ് പരമ്പരാഗത വഴിക്ക് നടന്നു പോകുമ്പോൾ 1 മണിക്കൂർ ഇടവിട്ട് കാണുന്ന പോലത്തെ കടകളൊന്നും അവിടെ കാണില്ല. ഒരിടവും നിൽക്കാതെ നടക്കേണ്ടത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാം, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ കൂടുതലും അട്ടയുടെ ശല്യമുണ്ടാകും. മഴ പെയ്താൽ വഴുതി വീഴാനും ചാൻസ് ഉണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയും ശ്വസിക്കാൻ നല്ല കാറ്റുമുള്ള അന്തരീക്ഷമാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഞാനും അയ്യപ്പനെ കാണാൻ ഇവരോടൊപ്പം നടക്കുന്നത് പോലെ തോന്നുകയാണ്. എൻ്റെ ബാല്യത്തിൽ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനോടൊപ്പം അയ്യപ്പനെ പോയി കാണാനൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു മണ്ഡലം വ്രതം ഇരുന്ന് ഇതുപോലെ മല ചവിട്ടി അയ്യപ്പനെ പോയി കാണാൻ എനിക്കും ഇനി കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഈ ദൂരെ കാണുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പാണ്. ഇവിടെ പോയി വേണം അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കേണ്ടത്.
ഇപ്രാവശ്യം അവർ ആനകളെയൊക്കെ കണ്ടിരിക്കുന്നു. ആ വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കാണാറുള്ള ദൃശ്യമാണ് ആനകളും കാട്ടെരുമകളുമൊക്കെ. പിന്നെ പണ്ടെന്നല്ല, ഇപ്പോഴും അത് പുലിമേടാണ് കേട്ടോ. അതാണ് പുൽമേട് എന്നായത്. കാരണം ഈ പുല്ലൊക്കെ വളർന്ന് പൊങ്ങി ഉണങ്ങി നിൽക്കുമ്പോൾ അതിനിടയിലാണല്ലോ പുലികളുടെ മറവിടങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ താവളമടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഏകദേശം 12-14 കിലോമീറ്ററോളം നീളുന്ന യാത്രയാണ്. ഇവർ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ സന്നിധാനത്തിന് അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. കൊച്ചു കുട്ടികളും നന്നായി സഹകരിച്ചിരിക്കുന്നു. പിന്നെ 6 മണി കഴിഞ്ഞപ്പോൾ അവർക്ക് ദിവ്യമായ ദർശനവും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവരുടെ യാത്രാ ലക്ഷ്യം പൂർത്തിയായി. മകരസംക്രമ ദീപാവലി തൻ പൊൻകതിരുളിയേന്തി മനസ്സിനുള്ളിൽ മണികണ്ഠ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. വെളുപ്പിന് നെയ്യഭിഷേകവും കഴിഞ്ഞ് അവർ മലയിറങ്ങി. നീലിമല ഇറങ്ങി പമ്പയിലെത്തി തിരിച്ച സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. അങ്ങനെ അവരുടെ യാത്രയും ശുഭമായി. അവരുടെ പ്രാർത്ഥനകളും ശുഭമാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്വാമി ശരണം.